ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത വന്നത് കണ്ടായിരുന്നു? കണ്ടു. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വിടണമെന്ന് വിവരാവകാശ കമ്മീഷൻ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ്. കുറച്ച് കാലങ്ങളായിട്ട് ഇതിന്റെ മേലിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 5 വർഷത്തോളമായി. ഇപ്പോൾ 2017 നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷമാണല്ലോ 2018 ഇങ്ങനെ സർക്കാർ ഒരു കമ്മീഷൻ രൂപീകരിക്കുന്നത്. അതിനുശേഷം 2019 ഡിസംബറിൽ പിന്നെ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് റിപ്പോർട്ട് സമർപ്പിച്ചു എന്ന് പറഞ്ഞാലും എനിക്കൊന്ന് 5 വർഷത്തോളമായിട്ട് ഇത് എപ്പോൾ പുറത്തു വരും എന്നുള്ള രീതിയിൽ ഒരു വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ടായിരുന്നു. കാരണം സർക്കാർ തന്നെ ഇത് പുറത്തു വിടുന്നില്ല എന്നുള്ള രീതിയിലുള്ള വലിയ ആക്ഷേപങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിലവിലിപ്പോൾ വിവരാവകാശ കമ്മീഷൻ തന്നെ രേഖ പുറത്തു വിടണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിലൊരു പുറത്തു വിടണ്ട എന്നുള്ളൊരു ഇതുണ്ടായിട്ടുണ്ടായിരുന്നത് ജസ്റ്റിസ് ഹേമയും അതുപോലെ തന്നെ വിവരാവകാശ കമ്മീഷനും പുറത്തു വിടണ്ട എന്ന് പറഞ്ഞിരുന്നു. മന്ത്രി സജി ചെറിയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതിൽ മാറ്റം വന്നിട്ടുണ്ട്. വിവരാവകാശ കമ്മീഷൻ തന്നെ അതെന്തായാലും പുറത്തു വിടണം, ഈ മാസം ഒരു 26-ാം തീയതിക്കുള്ളിൽ അത് പുറത്തു വിടണം എന്നുള്ള ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. അതെ, ഇതിപ്പോ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് നേരത്തെ നമ്മൾ പറഞ്ഞു തുടങ്ങിയതുപോലെ, അതായത് നടി ആക്രമിക്കപ്പെട്ട വിഷയത്തിന് ശേഷമാണ് മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ചൂഷണങ്ങളെ പറ്റിയിട്ട്, അത് ലൈംഗികപരമായോ അല്ലാതെയോ ഒക്കെയുള്ള ചൂഷണങ്ങളെ അഡ്രസ് ചെയ്യുന്നത് തന്നെ ശേഷമാണ്. അപ്പൊ അതിനുശേഷമാണ് നമ്മൾ WCC ഉണ്ടാവുന്നതും അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ സർക്കാർ തലത്തിൽ ഒരു കമ്മീഷൻ രൂപീകരിക്കപ്പെടുന്നതും. ഇപ്പൊ നമ്മളിതിൽ നോക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് സർക്കാർ തലത്തിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ, സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടൊരു കമ്മീഷൻ സർക്കാരിന്റെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെടുന്നത്. ഏകദേശം 1.5 കോടിക്ക് മുകളിൽ രൂപ ചെലവഴിച്ചിട്ടാണ് കമ്മീഷന്റെ ഇതുള്ളത്. അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെയൊക്കെ ടാക്സ് കൊടുക്കുന്ന പൈസ ആണ് ഇതിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ അത് ഒരു സിനിമാ മേഖലയിലെ ഇഷ്യൂ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് നികുതി അടയ്ക്കുന്ന എല്ലാവരും ഒരുപോലെ ചർച്ച ചെയ്യേണ്ട, അല്ലെങ്കിൽ ഒരുപോലെ ഇത് പുറത്തു വരണമെന്ന് വിചാരിക്കേണ്ട ഒരു റിപ്പോർട്ടും കൂടിയാണ് ഇത് എന്ന് തോന്നുന്നുണ്ട് എനിക്ക്. അതായത് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ, അതായത് ഇപ്പോൾ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ 1, 2 ഒന്നും അല്ലല്ലോ, കണ്ടിന്യൂസ്ലി നമ്മളിപ്പോൾ പ്രശ്നങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ സംവിധായകൻ ഒമർ ലുലുവിനെതിരെയുള്ള പരാതി ആയിക്കോട്ടെ, വിജയ് ബാബുവിനെതിരെ, അതെ, ഇപ്പം ഏറ്റവും ലാസ്റ്റ് നമ്മൾ വേറെ കണ്ടത് രതീഷ് ബാലകൃഷ്ണ പൊതുവാളിനെതിരെ കോസ്റ്റ്യൂം ഡിസൈനർ പരാതിപ്പെട്ടു. ഈവൻ രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ തന്നെ ഈ അടുത്ത് നടന്ന ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് വിവേചനം കാണിക്കാറുണ്ട് എന്നുള്ള തരത്തിലുള്ള സംസാരങ്ങൾ പുള്ളി, അതായത് ഈ പ്രശ്നങ്ങളൊക്കെ നോർമലൈസ് ചെയ്തുകൊണ്ടാണ് സംസാരിച്ചത്. അത് വളരെ വ്യക്തമാണ് ഇത്തരം പ്രശ്നങ്ങൾ സജീവമായിട്ട് മലയാള സിനിമയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ട്, അല്ലെങ്കിൽ തൊഴിലിടത്തിൽ ഇപ്പോൾ പോഷ് ആക്ട് പ്രകാരം ICC വേണം എന്നുള്ളതൊക്കെ നിർബന്ധമാണല്ലോ, അതൊരിക്കലും നടപ്പാക്കുന്നില്ല എന്നുള്ള തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു മേഖല സിനിമാ മേഖലയാണ്. പ്രത്യേകിച്ച് മലയാള സിനിമാ മേഖലയിൽ അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കാത്ത ഒരു സിറ്റുവേഷൻ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം സംഭവിക്കുന്നത് 2017 ശേഷമാണ് എന്നുള്ളൊരു, അത് ഭയങ്കര ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടിയാണ്. ആക്ച്വലി ഒരു നടി ആക്രമിക്കപ്പെടേണ്ടി വന്നു ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ എന്നുള്ളത് ഭയങ്കര പ്രശ്നമുള്ളൊരു വിഷയം തന്നെയാണ്. ഇതിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ, കമ്മീഷൻ റിപ്പോർട്ടിൽ സ്ത്രീകൾ വലിയ രീതിയിൽ കാസ്റ്റിംഗ് കൗച്ചിന് ഇരയാക്കപ്പെടുന്നുണ്ട്. ലൈംഗിക ആവശ്യങ്ങൾക്കായിട്ട് വഴങ്ങിക്കൊടുക്കേണ്ട സിറ്റുവേഷൻ, അതും 1, 2 തവണയല്ല, പലതവണ ഇത്തരത്തിൽ വഴങ്ങിക്കൊടുക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നുള്ള തരത്തിലാണ് ഇപ്പൊ പുറത്തു വരുന്നുള്ളത്. ഇപ്പൊ ഇതില് കാസ്റ്റിംഗ് കൗച്ച് എന്നുള്ളത് ഒരു വിഷയമാണ്, അതുപോലെ ലൈംഗിക ചൂഷണം എന്നുള്ളൊരു വിഷയമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് വളരെ ബേസിക് ആയിട്ടുള്ള സെറ്റുകളിൽ ടോയ്ലറ്റിൻ്റെ ഇത്, അതുപോലെ തന്നെ വേതനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ലിംഗവിവേചനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഇത്തരം കാര്യങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. ജസ്റ്റിസ് ഹേമേനെ പറഞ്ഞിട്ടുണ്ട് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിലൂടെ ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ സിനിമാ മേഖലയ്ക്ക് എന്നുള്ളത്. സ്ത്രീകൾക്ക് മാത്രമല്ല, ഈവൻ പുരുഷന്മാർക്കാണെങ്കിൽ പോലും, അതായത് സേഫ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് സ്പേസ് ഉണ്ടാവുക എന്നുള്ളതാണല്ലോ അതുകൊണ്ടുള്ള ഉദ്ദേശം. പക്ഷെ അത്തരത്തിലൊന്നും, അതായത് 5 വർഷമായിട്ട് ഇത് പുറത്തു വന്നിട്ടില്ല എന്ന് പറയുന്നത് വലിയ രീതിയിൽ ഖേദകരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ഇനിയിപ്പോ ഇത് പുറത്തു വരുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ആക്ച്വലി എനിക്കിത് പറയുമ്പോൾ ഓർമ്മ വരുന്നത്, പാർവതി തിരുവോത്ത് മുന്നേ ഒരു പൊതുപരിപാടിയിൽ അവർ പറയുന്നുണ്ടായിരുന്നു, ഈ റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ വലിയ വിഗ്രഹങ്ങളൊക്കെ വീണുടയും എന്ന് പറയുന്നുണ്ടായിരുന്നു. വലിയ വിഗ്രഹങ്ങൾ വീണുടയോ എന്നുള്ളത് നമുക്ക് നോക്കി കാണേണ്ട ഒരു കാര്യമാണ്. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ഈ സിനിമാ മേഖലയിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ
അറിയേണ്ടത്. ഈ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നതോടുകൂടി അത്തരത്തിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും വളരെ സേഫായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ മലയാള സിനിമയ്ക്ക് പറ്റുമോ ഈ ഒരു റിപ്പോർട്ടിലൂടെ എന്നുള്ളതാണ് നമ്മൾ നോക്കി കാണേണ്ടത് എന്നുള്ളതാണ്.